നമ്മൾ മനുഷ്യരെങ്ങനെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? ഏകദേശം ദശക്കണക്കിന് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യനുണ്ടായത്. പലതരം ജീവികളിലൂടെ പരിണാമം സംഭവിച്ച് മനുഷ്യൻ എന്ന ഇന്ന് കാണുന്ന കെട്ടിടങ്ങളും വാഹനങ്ങളും അങ്ങനെ പലതരം കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാക്കിയെടുത്ത മനുഷ്യൻ ഹോമോ എന്ന ജീനസിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക ജീവിയാണ് നമ്മൾ മനുഷ്യന്മാർ. മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം ഹോമോ സാപ്പിയൻസ് എന്നാണ്. പ്രൈമേറ്റ് ഗോത്രത്തിൽപ്പെട്ട നമ്മളെല്ലാവരും ഹോമിനിഡ് കുടുംബത്തിലാണ് പെടുന്നത്. ഭൂമിയിൽ ഇന്ന് ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും കൂടുതലും മസ്തിഷ്ക വളർച്ചയുള്ള ജീവികളാണ് നമ്മൾ മനുഷ്യർ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ കണ്ടുപിടുത്തങ്ങളും എല്ലാം ഉണ്ടായത്. ശാരീരികമായ ആരോഗ്യത്തിനും അപ്പുറം ബുദ്ധി ഉപയോഗിച്ചാണ് നമ്മൾ പല മൃഗങ്ങളെയും എല്ലാത്തിനെയും നേരിട്ട് ഭക്ഷണം കണ്ടെത്തിയതും എല്ലാം നമ്മുടെ ഈ മസ്തിഷ്ക വളർച്ച കാരണം തന്നെയാണ്. ഭൂമിയിൽ ഇന്നുള്ള ജീവികളിൽ ഏറ്റവും കൂടുതൽ വിവേചന ബുദ്ധിയുള്ള ജീവിയും മനുഷ്യൻ തന്നെയാണ്. മാനസികമായും സാംസ്കാരികവുമായും പുരോഗതി പ്രാപിച്ച മനുഷ്യൻ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏതൊരു ജീവിയേക്കാളിലും മാനസിക വളർച്ച കൈവരിച്ചിരിക്കുന്നു. ഭൂമിക്ക് പുറത്ത് ശൂന്യാകാശത്തും മനുഷ്യൻ എത്തിപ്പെട്ടിരിക്കുന്നു. നമുക്കെല്ലാം അറിയാതെ ചന്ദ്രനിലും അങ്ങനെ പല ഭൂമിക്ക് പുറത്തുള്ള ശൂന്യാകാശത്ത് മനുഷ്യൻ സന്ദർശനം നടത്തി. അതുപോലെ തന്നെ ഭാഷ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്ന ഏകജീവിയും മനുഷ്യന്മാർ തന്നെയാണ്. അതുപോലെ തന്നെ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തവും മനുഷ്യൻ അവകാശപ്പെട്ടതാണ്. ആധുനിക മനുഷ്യൻ രൂപം കൊണ്ടത് ആഫ്രിക്കയിലാണെന്ന് അറിയാം. ഇതിനെപ്പറ്റി മറ്റ് തർക്കങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്നാൽ മനുഷ്യന്മാരെങ്ങനെ വംശനാശ ഭീഷണിയെ അതിജീവിച്ചുവെന്നും മറ്റു ഭാഗങ്ങളിലേക്ക് എങ്ങനെ ചേക്കേറിയെന്നും ഇന്നും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ആൾക്കുരങ്ങിൽ നിന്നും പരിണമിച്ചതാണ് മനുഷ്യ വിഭാഗം എന്ന് ഡാർവിൻ വിഭാവനം ചെയ്ത പരിണാമ സിദ്ധാന്തം പ്രസ്താവിക്കുന്നത്. സംസ്കൃത പദമായ മനുവിൽ നിന്നാണ് മനുഷ്യൻ എന്ന പേര് ഉണ്ടായത്. മനു എന്നത് മന അഥവാ മനസ്സ് എന്ന മൂലപദത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. മനനം ചെയ്യാൻ കഴിവുള്ളയാൾ എന്ന അർത്ഥത്തിലും മനുഷ്യൻ എന്ന വാക്കിനെ പരിഗണിച്ചു പോരുന്നു. ആദിമ മനുഷ്യർ ഇന്നത്തെ മനുഷ്യരെക്കാളും വലിപ്പം കുറഞ്ഞ ജീവികളായിരുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ചരിത്രം തികച്ചും അജ്ഞാതമാണ്. കാലഘട്ടത്തിൽ വസ്ത്രമോ ഭവനമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വളരെ പതിയെയാണ് വളർച്ചയും ബുദ്ധിയും വികസിക്കാൻ തുടങ്ങിയത്. ശരിക്കും മനുഷ്യൻ എന്ന് വിളിക്കാവുന്ന ജീവി ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് 5-6 ദശലക്ഷം വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് കാണുന്ന നമ്മൾ മനുഷ്യർ വളരെയേറെ പുരോഗമനത്തിലെത്തിയിരിക്കുന്നു. നമ്മൾ ശൂന്യാകാശത്ത് പോയി, ചന്ദ്രനിൽ പോയി, വലിയ വലിയ കെട്ടിടങ്ങളുണ്ടാക്കി, അങ്ങനെ പല പല കണ്ടുപിടുത്തങ്ങളും ഇന്ന് കാണുന്ന മനുഷ്യർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതൊന്നും തന്നെ ഉണ്ടായത് മനുഷ്യൻ്റെ ശാരീരികമായ കഴിവുകൊണ്ടോ ഒന്നും കൊണ്ടും മാത്രം ആയിരുന്നില്ല. മനുഷ്യൻ്റെ മാനസിക വളർച്ച കൊണ്ട് തന്നെയാണ്. നമ്മൾ മനുഷ്യരെ പറ്റിയുള്ള ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.